ഇറാൻ ആക്രമണത്തെ തുടർന്ന് അബുദാബിയിലെ US എംബസിയും ദുബായിലെ US കോൺസുലേറ്റും അടച്ചിരിക്കുകയാണ്. കുവൈത്തിന് നേർക്ക് വീണ്ടും ആക്രമണ ശ്രമം ഉണ്ടായെന്ന വിവരങ്ങൾ വരുന്നു. മിസൈലുകളെ തടഞ്ഞെന്ന് കുവൈത്ത് തന്നെയാണ് അറിയിക്കുന്നത്. കുവൈത്ത് ഭരണകൂടം തന്നെയാണ് അറിയിക്കുന്നത്. തെറ്റായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നവർക്ക് ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പൊതുജനങ്ങളിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ വിവരങ്ങൾ പങ്കിടരുതെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ദുബായ് പോലീസ് നൽകുന്നത്. രഞ്ജിത്ത് ചേരുകയാണ് വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, ഇതിപ്പോൾ കുവൈത്ത് തന്നെ സ്ഥിരീകരിക്കുകയാണ് ഇത്തരത്തിൽ ആക്രമണ ശ്രമം ഉണ്ടായി എന്നത്. US എംബസിയും കോൺസുലേറ്റും ദുബായിലെ അടച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് വരുന്നത്. വിശദാംശങ്ങൾ എന്താണ്? തീർച്ചയായും വിനീത, ഇപ്പോൾ ഒരു കഴിഞ്ഞ ദിവസത്തെ ഒരു സാഹചര്യവുമായി നമ്മൾ താരതമ്യം ചെയ്താൽ ഈ ഇറാന്റെ ആക്രമണം, വിവിധ ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ ആക്രമണം വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. അത് പ്രവാസികൾ ഉൾപ്പെടെയുള്ളവരെ സംബന്ധിച്ച് വലിയ ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ്. പക്ഷേ അപ്പോഴും വിവിധ GCC രാജ്യങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ ഇപ്പോഴും ആക്രമണം തുടരുന്നു എന്നതിന്റെ കൃത്യമായ സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ കുവൈറ്റിലെ കാര്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കുവൈറ്റിനെ ലക്ഷ്യമിട്ട ശക്തമായ ഡ്രോൺ ആക്രമണം ഇറാൻ നടത്തി. ഈ ഡ്രോൺ ആക്രമണത്തെ അതിശക്തമായി തന്നെ പ്രതിരോധിക്കാൻ കഴിഞ്ഞുവെന്ന് കുവൈറ്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു ഇറാനിയൻ സ്വദേശിയായ ഒരു 11-കാരിക്ക് ഈ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ വീണ് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ ഈ കുടുംബത്തിലെ 4 പേർക്ക് പരിക്ക് പറ്റി. ഈ 4 പേർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്ന് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം തന്നെ ഔദ്യോഗികമായി അറിയിക്കുകയാണ്. മറ്റൊന്ന് സൗദിയെ ലക്ഷ്യമാക്കി ഇന്ന് വീണ്ടും ഇറാന്റെ ആക്രമണം ഉണ്ടായി എന്നതാണ്. സൗദി അരാംകോയ്ക്ക് കീഴിലുള്ള റിഫൈനറിയെ ലക്ഷ്യമാക്കിയാണ് ഇന്നും ഇറാന്റെ ഡ്രോണുകൾ എത്തിയത്. അതിനെയും അതിശക്തമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്ന് സൗദി ഭരണകൂടവും വ്യക്തമാക്കുന്നു. ഇനി UAE-യിലേക്ക് വന്നാൽ UAE-യിലെ സാഹചര്യം കൂടി പരിശോധിച്ചാൽ UAE-യിൽ കഴിഞ്ഞ ദിവസമാണ് ഇവിടെ US എംബസിക്ക് നേരെ ആക്രമണം ഉണ്ടായത്. എംബസിയല്ല, ദുബായിലെ കോൺസുലേറ്റിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. അതിന് പിന്നാലെ ഇപ്പോൾ അബുദാബിയിലെ US എംബസിയും അതുപോലെ തന്നെ ദുബായിലെ US കോൺസുലേറ്റും ഇപ്പോൾ അടച്ചിരിക്കുകയാണ്.